ഹലോ നമസ്കാരം, എൻ്റെ പേര് അപർണയാണ്. ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ ടോറസിന് വേണ്ടിയിട്ട് കറണ്ട് ഫീലിങ്സിൻ്റെ റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കണേ. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാവർക്കും എല്ലാ മെസ്സേജസ് ചിലപ്പോൾ റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവണ മെസ്സേജസ് എടുക്കുക, റെസൊനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, വീഡിയോസിനെ കമൻറ്റ് ചെയ്യുക. വീഡിയോസിൽ ഇത് ചെയ്യുമ്പോഴാണ് എനിക്ക് നിങ്ങളുടെ എനർജി ടാപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. എനർജി ടാപ്പ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ വീഡിയോസ് റെസൊനേറ്റ് ആവുക. അപ്പോൾ ഇത് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ്, ലൈക്ക്, കോമെൻറ്റ്. അതല്ലാണ്ട് നിങ്ങൾക്കൊരു പേഴ്സണലായിട്ട് റീഡിംഗ് ബുക്ക് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചെയ്യാം. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്, പക്ഷേ അത് നിങ്ങളുടെ എനർജി നിങ്ങളുടെ സിറ്റുവേഷൻ്റെ മുകളിലാണ്. അപ്പോൾ അത് കൂടുതൽ റെസൊനേറ്റ് ചെയ്യും. ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ കോൺടാക്റ്റ് ചെയ്യുക. കോൺടാക്റ്റ് ഡീറ്റെയിൽസ് ഒക്കെ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അതല്ലാണ്ട് ഞാൻ ഇൻസ്റ്റഗ്രാമിലും കുറേ ആക്റ്റീവാണ്, അവിടെയും എന്നെ ഫോളോ ചെയ്യുക. അവിടെ നിങ്ങൾക്ക് വേറെ തരത്തിൽ വീഡിയോസ് കിട്ടും, എക്സ്ട്രാ മെസ്സേജസ് കിട്ടും. അപ്പോൾ അവിടെ ഫോളോ ചെയ്യാൻ എൻ്റെ ഇൻസ്റ്റഗ്രാമിൻ്റെ ഹാൻഡിൽ മുകളിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്, സ്ക്രീനിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഉണ്ടാവും. അതല്ലാണ്ട് എൻ്റെ ചാനലിൻ്റെ മെമ്പർഷിപ്പ് ലിങ്ക്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. മെമ്പർഷിപ്പ് ജോയിൻ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാം വീഡിയോസ് വേഗം ആക്സസ് ചെയ്യാൻ കിട്ടും, വേഗം കാണാൻ പറ്റും, വെയിറ്റ് ചെയ്യേണ്ടി വരില്ല. ആൻഡ് ഇപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം. എന്താണ് നിങ്ങളുടെ മെസ്സേജസിന്, നിങ്ങളുടെ ഫീലിങ്സ്, നിങ്ങളുടെ പേഴ്സൻ്റെ ഫീലിങ്സ്, റീഡിങ്ങിൻ്റെ ഔട്ട്കം എന്താണെന്ന് നമ്മളത് എൻഡിലാണ് നോക്കാൻ പോണത്. അപ്പോൾ ഈ വീഡിയോനെ എൻഡ് വരെ നോക്കുക. എന്നുവെച്ചാൽ ചില സമയത്ത് സ്റ്റോറി ഒരുമാതിരി തുടങ്ങും, പക്ഷേ എൻഡ് ആകുമ്പോഴേക്കും ആ സ്റ്റോറി മാറും. ചില കേസസിൽ അങ്ങനെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ എൻഡ് വരെ വീഡിയോനെ കാണുക. ആൻഡ് ഇപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം. എന്താണ് നിങ്ങൾക്ക് വരണ മെസ്സേജസിന് നമ്മൾക്ക് റീഡിങ്ങിൽ കാണാം. അപ്പോൾ ടോറസ്, നിങ്ങളുടെ ഓവറോൾ എനർജി എന്താണെന്ന് നമ്മൾക്ക് നോക്കാം. നിങ്ങളുടെ ഓവറോൾ എനർജിയാണ് 9 of Cups. നിങ്ങളുടെ പേഴ്സൻ്റെ ഓവറോൾ എനർജി ആണ് 2 of Wands. നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് ഇപ്പോഴത്തെ കറൻറ്റ് സിറ്റുവേഷൻ എന്താണ്? കറൻറ്റ് സിറ്റുവേഷൻ ആണ് നിങ്ങളുടെ കിങ് ഓഫ് പെൻറ്റിക്കിൾസ്. നിങ്ങളുടെ കറൻറ്റ് ഫീലിങ്സ് ഈ പേഴ്സണിന് വേണ്ടിയിട്ട് ക്വീൻ ഓഫ് കപ്സ്. ഈ പേഴ്സൻ്റെ കറൻറ്റ് ഫീലിങ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് 9 of Swords. നിങ്ങളുടെ ഇൻറ്റൻഷൻ ഇവിടെ വേൾഡാണ്. ഈ പേഴ്സൻ്റെ ഇൻറ്റൻഷൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് Ace of Swords. ഈ റിലേഷൻഷിപ്പിൽ ഫ്യൂച്ചർ ആക്ഷൻ Knight of Cups ആണ്. നിങ്ങളുടെ ഫ്യൂച്ചർ ആക്ഷൻ ഇവരുടെ ഫ്യൂച്ചർ ആക്ഷൻ 8 of Pentacles. ഔട്ട്കം ഇവിടെ. അപ്പോൾ ടോറസ്, നിങ്ങളുടെ ഓവറോൾ എനർജി 9 of Cups ആണ്. 9 of Cups ഒരു വിഷ് ഫുൾഫിൽമെൻറ്റ് എനർജിയാണ്. നിങ്ങളുടെ എന്തോ ഒരു വിഷ് ഫുൾഫിൽ ആവാൻ പോകുന്നുണ്ട് ഈ മാസം. അപ്പോൾ എന്താണ് ഈ 9 of Cups? നിങ്ങളൊരു ഹാപ്പി എനർജിയിലാണ് ഈ മാസം. പേജ് ഓഫ് പെൻറ്റിക്കിൾസ്. നിങ്ങൾക്ക് ഒരു മെസ്സേജ് കിട്ടും. അതല്ല വെച്ചാൽ നിങ്ങൾ ഈ പേഴ്സണെ മെസ്സേജ് അയക്കുമ്പോൾ ഒരു പോസിറ്റീവ് റെസ്പോൺസ് ഉണ്ടാവും. ഈ പേഴ്സൺ ഒരു ഫയർ സൈൻ ആവാം, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ് ആവാം. പക്ഷേ ഈ പേഴ്സൺ ഒരു കുറേ പോപ്പുലർ പേഴ്സണാണ്, കുറേ കോൺഫിഡൻറ്റ് പേഴ്സണാണ്. അവരുടെ പേഴ്സണാലിറ്റി കുറേ ഒരു പാഷൻ ഉള്ള പേഴ്സണാലിറ്റി, പാഷനറ്റാണ് എല്ലാ കാര്യത്തിലും, ആക്ഷൻ എടുക്കണ പേഴ്സണാണ്. പറഞ്ഞാൽ അവർ ഷൈ അല്ല. അപ്പോൾ എന്താ ഇല്ല വെച്ചാൽ എല്ലാം തുറന്ന് പറയണ ടൈപ്പ് ഓഫ് പേഴ്സണാണ്. അപ്പോൾ ഈ പേഴ്സൺ ആയിരിക്കും നിങ്ങളെ ഒരു മെസ്സേജ് അയക്കുന്നുണ്ടാവുക. അതല്ല വെച്ചാൽ നിങ്ങൾ ഈ പേഴ്സണെ മെസ്സേജ് അയക്കുമ്പോൾ ഒരു പോസിറ്റീവ് റെസ്പോൺസ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നുണ്ട്. അപ്പോൾ ഈ പേഴ്സൻ്റെ ഓവറോൾ എനർജിയിൽ 2 of Wands ആണ്. അവരും ഇപ്പോൾ ഈ സമയത്ത് ഒരു പ്ലാനിങ് സ്റ്റേജിലാണ്. അവർ എന്താണ് നെക്സ്റ്റ് സ്റ്റെപ്പ് ഉണ്ടാവേണ്ടത്, എന്താ ചെയ്യേണ്ടത്. ഇപ്പോൾ ഈ പേഴ്സണെ പറഞ്ഞ ടോറസിനെ ഞാൻ കോൾ ചെയ്യണോ, മെസ്സേജ് ചെയ്യണോ, എന്തായിരിക്കും അവരുടെ റിയാക്ഷൻ, അതൊക്കെയാണ് അവരുടെ മനസ്സിൽ നടക്കണ തോട്ട്സ്. അപ്പോൾ അവരിപ്പോൾ സൂക്ഷിച്ചിട്ടാണ് എല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പോണത്. എന്നുവെച്ചാൽ അവരുടെ മനസ്സിൽ ഇപ്പോൾ ഇങ്ങനെ ഒരു പ്ലാനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ക്വീൻ ഓഫ് പെൻറ്റിക്കിൾസ് ഇവിടെ വെർഗോ എനർജി. പക്ഷേ അവർ നിങ്ങളെ ഒരു കുറേ സ്റ്റേബിൾ പേഴ്സണായിട്ടാണ് കാണുന്നത്. ഇവിടെ ടോറസ് എനർജിയാണ് നിങ്ങളെ രണ്ടാളുടെയും മ്യൂച്വൽ സിറ്റുവേഷൻ. കിങ് ഓഫ് പെൻറ്റിക്കിൾസ് നിങ്ങൾ മീറ്റ് ചെയ്ത് ജോലിയുടെ ത്രൂ ആയിരിക്കാം മീറ്റ് ചെയ്തത്. പക്ഷേ ഇവിടെ 10 of Swords ഉണ്ട് ഇവിടെ. അപ്പോൾ ഈ പേഴ്സൻ്റെ ലൈഫിലൊരു ഹാർട്ട് ബ്രേക്ക് ഞാൻ കണ്ടൊരു ഡിസപ്പോയിൻമെൻറ്റ് കാണുന്നുണ്ട്. അവർ ഏതോ ഒരു സിറ്റുവേഷൻ ഇപ്പോൾ പുറത്ത് വന്നേ ഉള്ളൂ. പറഞ്ഞ ഒരു റിലേഷൻഷിപ്പ് അവരുടെ റീസെൻ്റ്ലി ഒരു റിലേഷൻഷിപ്പ് എൻഡ് ആയിട്ടേ ഉള്ളൂ. അപ്പോൾ
അവരിപ്പോൾ മൂവ് ഓൺ ചെയ്യാൻ നോക്കണു, പക്ഷേ എന്താ വേണ്ടതെന്ന് അവർ പ്ലാനാണ് ചെയ്യണത്. അതല്ല വെച്ചാൽ നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് ഒരു സെപ്പറേഷൻ ഉണ്ടാച്ചാൽ ഈ പേഴ്സൺ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യാൻ പോകുന്നുണ്ട്. നിങ്ങൾ രണ്ടാളും മുമ്പേ ഇൻവോൾവ് ആയിരുന്നു, ഒരു സെപ്പറേഷൻ ഉണ്ടായി, അങ്ങനെയൊക്കെ ഒരു സിറ്റുവേഷനിലാണ് വെച്ചാൽ ഈ പേഴ്സൺ നിങ്ങളെ ചിലപ്പോൾ മെസ്സേജ് ചെയ്യും ഈ മാസം. കിങ് ഓഫ് പെൻറ്റിക്കിൾസ് ആണ് നിങ്ങൾ രണ്ടാളുടെയും മ്യൂച്വൽ സിറ്റുവേഷൻ. അപ്പോൾ കിങ് ഓഫ് പെൻറ്റിക്കിൾസ് ഒരു വെരി പ്രാക്ടിക്കൽ എനർജിയാണ്, നിങ്ങളുടെ എനർജിയാണ് ടോറസ് എനർജി. 10 ഓഫ് പെൻറ്റിക്കിൾസ് ഉണ്ട് ഇവിടെ. അപ്പോൾ ഇതൊരു ലോങ് ടേം റിലേഷൻഷിപ്പിൻ്റെ എനർജി ഇവിടെ കാണാണ്ട്. 8 ഓഫ് സോഡ്സ് ഉണ്ട് ഇവിടെ. അപ്പോൾ ഈ സിറ്റുവേഷനിൽ എന്തോ ഒരു സ്റ്റാഗ്നേഷൻ ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി നിങ്ങൾ രണ്ടാളും മുമ്പും പറഞ്ഞ നിങ്ങൾ രണ്ടാൾ ഒരു റിലേഷൻഷിപ്പിൽ ഓൾറെഡി ആണ് വെച്ചാൽ അതിലൊരു സ്റ്റാഗ്നേഷൻ ഉണ്ട്, ഒരു സിറ്റുവേഷൻ ഈ സിറ്റുവേഷൻ ഇപ്പോൾ മുമ്പോട്ട് പോകുന്നില്ല, എന്തോ ഒരു ബ്ലോക്ക് ഉണ്ട്, ഒരു തടസ്സമുണ്ട് ഈ റിലേഷൻഷിപ്പിൽ. അതല്ല വെച്ചാൽ നിങ്ങൾ രണ്ടാൾക്കും ഒരു ലോങ് ടേം റിലേഷൻഷിപ്പ് വേണം എന്ന് അങ്ങനെ നിങ്ങൾ പ്ലാൻ ചെയ്തിരുന്നു വെച്ചാൽ എന്തോ ഒരു ബ്ലോക്ക് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഈ സിറ്റുവേഷനിൽ ഒരു സെപ്പറേഷൻ ഉണ്ട്. അതല്ല വെച്ചാൽ ഇപ്പോൾ നിങ്ങൾക്ക് അറിയില്ല ഫ്യൂച്ചർ എന്താ ഉണ്ടാവുകയെന്ന്. നിങ്ങളുടെ ഫീലിങ്സ് ഈ പേഴ്സണിന് വേണ്ടിയിട്ട് ക്വീൻ ഓഫ് കപ്സ്, നിങ്ങൾക്ക് ഈ പേഴ്സണിന് വേണ്ടിയിട്ട് കുറേ ലവ് ഉണ്ട്, കുറേ ഇമോഷൻസ് ഉണ്ട്, കുറേ ഫീലിങ്സ് ഉണ്ട്. ക്വീൻ ഓഫ് കപ്സ് എന്താണ് ഇവിടെ? 2 ഓഫ് സോഡ്സ്. പക്ഷേ ഇപ്പോൾ നിങ്ങളും ഷുവർ അല്ല എന്താ ഉണ്ടാവുക എന്നുവെച്ചാൽ ഈ സിറ്റുവേഷനിൽ ഇപ്പോൾ ഫ്യൂച്ചർ എന്താണെന്ന് നിങ്ങൾക്ക് അറിയില്ല, പറയാൻ പറ്റില്ല. കുറേ ഇന്നർ സ്ട്രെങ്ത്ത് നിങ്ങളെ ഇപ്പോൾ യൂസ് ചെയ്യണം പറഞ്ഞാൽ കുറേ ചാലഞ്ചസ് ഉണ്ട്. പക്ഷേ നിങ്ങൾ എങ്ങനെയൊക്കെയോ ഈ സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യാൻ നോക്കണു. നിങ്ങളുടെ മെൻറ്റൽ സ്റ്റേറ്റും കുറേ പറഞ്ഞാൽ ഡിപ്രഷൻ, അതല്ല വെച്ചാൽ കുറേ ഡിസപ്പോയിൻമെൻറ്റ് ഉണ്ട് നിങ്ങളുടെ മനസ്സിൽ. പറഞ്ഞാൽ കുറേ സാഡാണ് നിങ്ങൾ. പക്ഷേ എങ്ങനെയൊക്കെയോ നിങ്ങൾ മാനേജ് ചെയ്യണു ഈ സിറ്റുവേഷനിൽ. 9 ഓഫ് സോഡ്സ് ആണ് ഈ പേഴ്സൻ്റെ ഫീലിങ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. അവരും കുറേ സ്ട്രെസ്ഡാണ് ആക്ച്വലി. അവർക്ക് രാത്രി ശരിക്കും ഓർക്കില്ല, ഈ കാര്യം എന്നെ ഓർത്തിട്ടാണ് അവർ സ്ട്രെസ് എടുക്കണത്. 6 ഓഫ് വാൻഡ്സ് ഉണ്ട്. നോർമൽ സമയത്ത് അവരെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല ഈ പേഴ്സൺ ഇത്രയും സ്ട്രെസ് എടുക്കേണ്ടതെന്ന്. എന്നുവെച്ചാൽ അവരുടെ പേഴ്സണാലിറ്റി അങ്ങനെയാണ്. കുറേ പോപ്പുലർ പേഴ്സണാണ് അവർ, കുറേ പറഞ്ഞാൽ കോൺഫിഡൻറ്റ് പേഴ്സണാണ്. അപ്പോൾ അവരെ കണ്ടാൽ മനസ്സിലാവില്ല ഇങ്ങനെ ഈ പേഴ്സൺ ഇത്രയും സ്ട്രെസ് എടുക്കേണ്ടതെന്ന്. പക്ഷേ അവരെവിടെ ഒരു എനർജി, വെയിറ്റിംഗ് എനർജിയിലാണ്. അവർ ശരിയായ സമയത്തിനാണ് വെയിറ്റ് ചെയ്യണത്. ഓറൽസ് അവർ നിങ്ങളുടെ സൈഡിൽ നിന്ന് എന്തെങ്കിലും ഒരു ആക്ഷൻ നിങ്ങൾ എടുക്കുമെന്ന് അതാണ് എക്സ്പെക്റ്റ് ചെയ്യണത്. അപ്പോൾ നിങ്ങളുടെ ഇൻറ്റൻഷൻ ഈ റിലേഷൻഷിപ്പിൽ വേൾഡാണ്. നിങ്ങൾക്ക് ഈ സിറ്റുവേഷനിൽ എന്തോ ഒരു ക്ലോഷർ വേണമെന്നുണ്ട്. ഈ സിറ്റുവേഷനെ റെന്യൂ ചെയ്യാനുള്ള പ്ലാൻ. പക്ഷേ അതല്ല വെച്ചാൽ അറ്റ്ലീസ്റ്റ് നിങ്ങൾക്കൊരു ക്ലാരിറ്റി വേണം. ഇത് ശരിയാവണില്ല വെച്ചാൽ അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് മൂവ് ഓൺ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എന്തോ ഒരു ഡിസിഷൻ എടുക്കണം എന്നുണ്ട്, ഒരു ക്ലാരിറ്റി വേണം എന്നുണ്ട്. ഈ വേൾഡ് എന്താണ്? 7 ഓഫ് വാൻഡ്സ്. അപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി ഇതിൽ ചാലഞ്ചസ് ഉണ്ട് നിങ്ങൾ രണ്ടാളുടെയും ഈ റിലേഷൻഷിപ്പിൽ. പക്ഷെ നിങ്ങൾക്ക് ഇപ്പോൾ ഇതിൽ ഒരു റെന്യൂവൽ വേണം എന്നുണ്ട്, ഇപ്പോൾ ഒരു പുതിയ ബിഗിനിങ് വേണം എന്നുണ്ട്. ഈ പേഴ്സൻ്റെ കൂടെ അല്ലാച്ചാൽ ഒരു പുതിയ ബിഗിനിങ് വേറെ ഒരു റിലേഷൻഷിപ്പിൽ. പക്ഷേ അറ്റ്ലീസ്റ്റ് നിങ്ങൾക്കൊരു ക്ലാരിറ്റി വേണം. എന്നുവെച്ചാൽ ഇങ്ങനെ ഒരു അറിയാത്ത സിറ്റുവേഷനിൽ ഉണ്ടാകുമ്പോൾ നിങ്ങൾക്കും ഒരു മനസ്സമാധാനമില്ല, പറഞ്ഞാൽ നിങ്ങളും ഹാപ്പി അല്ല. അപ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു ക്ലാരിറ്റി കിട്ടിയാൽ നിങ്ങൾക്ക് അറിയും ഇതിൽ ഫ്യൂച്ചർ ഉണ്ടോ ഇല്ലേ വെച്ചാൽ നിങ്ങൾ മൂവ് ഓൺ ചെയ്യാൻ നോക്കും. ഏസ് സോഡ്സ് ആണ് ഈ പേഴ്സൻ്റെ ഇൻറ്റൻഷൻ. ഇവർ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യാൻ പോകുന്നുണ്ട്. ഓക്കെ, അവർ സഡൻലി ആയിരിക്കും കോൺടാക്റ്റ് ചെയ്യുന്നുണ്ടാവുക. ഒരു അൺഎക്സ്പെക്റ്റഡ് മെസ്സേജും കമ്മ്യൂണിക്കേഷനാണ് ഈ പേഴ്സൻ്റെ മനസ്സിലുള്ള പ്ലാൻ. അപ്പോൾ 9 ഓഫ് പെൻറ്റിക്കിൾസ് ഉണ്ട് ഇവിടെ ഇൻറ്റൻഷനിൽ. ഈ പേഴ്സൺ ഈ തൽക്കാലം അവരുടെ സിംഗിൾ എനർജിയിലാണ് അവരുടെ ലൈഫ് എൻജോയ് ചെയ്യണം, അവരുടെ കരിയർ നല്ല പോലെ മുമ്പോട്ട് പോകുന്നുണ്ട്. പക്ഷേ നിങ്ങളുടെ കാര്യം വരുമ്പോൾ പറഞ്ഞാൽ അവർക്ക് ചില സമയത്ത് തോന്നും ഇത് ഒരു റിലേഷൻഷിപ്പ് ആയാൽ നല്ലതായിരുന്നു എന്ന്. അതല്ല വെച്ചാൽ ചില സമയത്ത് അവർക്ക് ഷുവറുമല്ല, പറഞ്ഞാൽ അങ്ങനെ ഒരു കൺഫ്യൂസ്ഡ് എനർജിയിലാണ് അവർ. പക്ഷെ അവർ ഡെഫിനറ്റ്ലി നിങ്ങളെ മെസ്സേജ് ചെയ്യാൻ പോകുന്നുണ്ട്. ഓക്കെ, ഒന്നുമില്ല വെച്ചാൽ ഒരു കോൾ ഇല്ല വെച്ചാൽ മെസ്സേജ് ഉണ്ടാവും. ഫ്യൂച്ചർ ആക്ഷനിൽ നിങ്ങളുടെ എനർജിയിൽ ഞാൻ ഫ്ലേർട്ടിങ് എനർജിയാണ് കാണുന്നത്. അതല്ല വെച്ചാൽ ഈ പേഴ്സൺ ആയിരിക്കും മെസ്സേജ് അയക്കുന്നുണ്ടാവുക. ഞാൻ പറഞ്ഞ മാതിരി ഈ പേഴ്സൺ മെസ്സേജ് അയക്കും. അപ്പോൾ നിങ്ങൾ രണ്ടാളുടെയും തമ്മിൽ കുറച്ചൊരു റൊമാൻറ്റിക് മെസ്സേജസ് ഞാൻ കാണുന്നുണ്ട്. 6 ഓഫ് പെൻറ്റിക്കിൾസ്. പക്ഷേ ഇവിടെ ഒരു ഇംബാലൻസ് ആണ് ഈ റിലേഷൻഷിപ്പിൽ.
നൈറ്റ് ഓഫ് വോൺസ്. എന്നുവെച്ചാൽ ഈ സിറ്റുവേഷനിൽ ഈ പേഴ്സൺ മെസ്സേജ് അയച്ചാലും ഈ റിലേഷൻഷിപ്പിൽ സ്റ്റെബിലിറ്റി ഇല്ല. ഓക്കെ, കുറേ ചില സമയത്ത് മെസ്സേജ് ചെയ്യും, പിന്നെ മെസ്സേജ് ചെയ്യില്ല. അങ്ങനത്തെ എനർജിയാണ് ഞാൻ ഫ്യൂച്ചറിൽ കാണുന്നത്. 8 ഓഫ് പെൻറ്റിക്കിൾസ് ആണ് ഈ പേഴ്സൻ്റെ ആക്ഷൻ എടുക്കാൻ പോണേ. അവർ ഈ സിറ്റുവേഷനിൽ എഫേർട്ട് ഇടാൻ പോകുന്നുണ്ട്, ആക്ഷൻ എടുക്കാൻ പോകുന്നുണ്ട്. കിങ് ഓഫ് വോൺസിൻ്റെ എനർജിയിലാണ് അവർ. പക്ഷേ ഇമോഷൻസിൻ്റെ കാര്യം വരുമ്പോൾ അവർ എന്തോ പറഞ്ഞാൽ തുറന്ന് സംസാരിക്കുന്നില്ല. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവർ ഓപ്പണായി സംസാരിക്കും, പക്ഷേ അവരുടെ ഇമോഷൻസ് ഇപ്പോഴും പറഞ്ഞാൽ അത്ര ഓപ്പൺ അല്ല അവർ. ഓക്കെ, ഫ്യൂച്ചറിൽ ഔട്ട്കമാണ് 3 ഓഫ് പെൻറ്റിക്കിൾസ്. അപ്പം നിങ്ങൾ രണ്ടാളും ഈ റിലേഷൻഷിപ്പിനെ സക്സസ്ഫുൾ ആക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. ഇവിടെ രണ്ട് സൈഡിനും എനർജി ഞാൻ കാണുന്നുണ്ട്, എഫേർട്ട് കാണുന്നുണ്ട്. 4 ഓഫ് സോഡ്സ് ഒരു സെപ്പറേഷൻ്റെ എനർജിയാണ്. അപ്പോൾ ഈ സെപ്പറേഷൻ ഉണ്ടായപ്പോൾ നിങ്ങൾക്ക് കുറേ സമയം കിട്ടി ഈ കാര്യം നിങ്ങൾക്ക് പറഞ്ഞാൽ ഈ സിറ്റുവേഷനിൽ നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് സൊല്യൂഷൻസ് ഒക്കെ ചിന്തിക്കാൻ വേണ്ടിയിട്ട്, എന്താണ് ഫ്യൂച്ചർ ഉണ്ടാവുക, ഭാവി ഉണ്ടാവുക ഈ റിലേഷൻഷിപ്പിൻ്റെ, അതൊക്കെ ആലോചിക്കാൻ വേണ്ടിയിട്ട് കുറേ സമയം ഉണ്ടായി നിങ്ങൾക്ക്. അപ്പോൾ ഹീലിങ്ങും ഉണ്ടായി. എന്നുവെച്ചാൽ ഇത്രയും സമയം സെപ്പറേറ്റഡ് ആയി കഴിഞ്ഞാൽ കുറേയൊക്കെ നിങ്ങൾക്കൊരു ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ടാവും. ആ സെപ്പറേഷൻ കഴിഞ്ഞിട്ട് ഇവിടെ ഇപ്പോൾ ഒരു പുതിയ ബിഗിനിങ് ആണ് ഞാൻ കാണുന്നത്. കുറേ സ്റ്റേബിൾ ന്യൂ ബിഗിനിങ് ആണ്. അപ്പോൾ ഇതിൻ്റെ മുമ്പേ നിങ്ങൾ രണ്ടാളുടെയും ഇടയ്ക്ക് റിലേഷൻഷിപ്പ് സ്റ്റേബിൾ ആയിരുന്നില്ല വെച്ചാൽ ഇപ്പോൾ വരാൻ പോണ സമയം കുറച്ചുകൂടിയും സ്റ്റേബിലിറ്റിയാണ് കൊണ്ടുവരണേ. അപ്പോൾ ഈ റിലേഷൻഷിപ്പിലും ഒരു സ്റ്റേബിലിറ്റി ഉണ്ട്, ഒരു ഫ്യൂച്ചർ ഞാൻ കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ സിറ്റുവേഷനിൽ ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവും എന്നാണ് ഈ റീഡിങ്ങിൻ്റെ ഔട്ട്കം. ഓക്കെ, അപ്പോൾ എന്താണ് ഇവിടെ മെസ്സേജ്? സ്റ്റേ ഓപ്റ്റിമിസ്റ്റിക് അബൌട്ട് യുവർ ലവ് ലൈഫ്. പോസിറ്റീവ് തിങ്കിങ് ആൻഡ് ഫെയ്ത്ത് വിൽ ബ്രിങ് യു റൊമാൻസ്. അപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി ഓപ്റ്റിമിസ്റ്റിക് തോട്ട്സ് വെക്കുക, പോസിറ്റീവ് തോട്ട്സ് വെക്കുക. എന്നുവെച്ചാൽ നിങ്ങളുടെ ലവ് ലൈഫിൽ ഡെഫിനറ്റ്ലി ഒരു ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാവാൻ പോകുന്നുണ്ട്. ഈ സമയത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ തോന്നും അത് ഇതിൽ ഒരു ചാൻസും ഇല്ല, ഇപ്പോൾ ഇത് നടക്കാൻ പോകാത്ത ഒരു സംഭവമാണ്, നടക്കാൻ പോകാത്ത ഒരു റിലേഷൻഷിപ്പാണ്. പക്ഷേ ഞാൻ ഇവിടെ കാണുന്നത് ഒരു പോസിറ്റീവ് ടേൺ ഓഫ് ഇവൻറ്റ്സ് ആണ്. അപ്പോൾ ഫ്യൂച്ചറിൽ ഡെഫിനറ്റ്ലി കാര്യങ്ങൾ ചേഞ്ച് ആവാൻ പോകുന്നുണ്ട്. ഓക്കെ, ആൻഡ് പോസിറ്റീവ് വേയിലാണ് ചേഞ്ച് ഉണ്ടാവുക. സൈൻസ് ഇവിടെ ക്യാൻസർ ഉണ്ട്, ലിയോ ഉണ്ട്, കുറേ ഫയർ സൈൻസ് ഉണ്ട്, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ് ഉണ്ട്, ടോറസ് ഉണ്ട്, വെർഗോ ഉണ്ട്, കാപ്രിക്കോൺ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. ഐ ഹോപ്പ് ഇത് റെസനേറ്റ് ചെയ്തിട്ട് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പേഴ്സണൽ റീഡിങ് വേണം എന്നെ കോൺടാക്ട് ചെയ്യുക. എൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിങ് കൊണ്ടുവന്നാൽ. അതുവരെ ടേക്ക് കെയർ, ഓൾ ദ ബെസ്റ്റ്.